നമസ്കാരം. നമ്മളിതിൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ രണ്ടാമത്തെ ചാപ്റ്ററായ പത്രത്താളൊരുക്കാം എന്ന ഭാഗത്തിലെ ആ ഒരു പത്രത്തിൽ ഉൾപ്പെടുത്തേണ്ട ബാനറിൻ്റെ പ്രവർത്തനം, ബാനർ നിർമ്മാണവും അത് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ആ പത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കാം, ആ അക്ഷരങ്ങളുടെ പ്രത്യേകത, എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്താം, അതുമാതിരി തന്നെ വിവിധ തരത്തിലുള്ള ലൈനുകൾ എങ്ങനെ അതിൽ ഉൾപ്പെടുത്താം, ഒരു ഇമേജ്, ഒരു ചിത്രം ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഒരു QR കോഡ് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് പത്രത്തിലെ വിവിധ കോളങ്ങളായി തരംതിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നേരത്തെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ഒരു ബാനർ തയ്യാറാക്കി സ്റ്റുഡൻസ് വർക്ക് 10 സേവ് ചെയ്തിട്ടുണ്ട്, പേപ്പർ എന്ന പേരിൽ. അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കണം. അക്ഷരം എന്ന് തന്നെയാണ് പത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് അക്ഷരം എന്നുള്ള വാക്ക് ചേർക്കണം. ഇതിനു വേണ്ടി നമ്മൾ ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ഫ്രെയിമാണ് എടുക്കുന്നത്. ഇങ്ക്സ്കേപ്പിൽ നമ്മൾ A എന്നുള്ള ആൽഫബറ്റുള്ള ടെക്സ്റ്റ് ടൂളാണ് എടുത്തത്. ഇവിടെ ടെക്സ്റ്റ് ഫ്രെയിമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ധാരാളം മാറ്റങ്ങൾ വരുത്തണം. ഫാമിലി മാറ്റണം, കളർ മാറ്റണം, സൈസ് മാറ്റണം. ഇതിനു വേണ്ടി നമുക്ക് 2 രീതിയിൽ ഇവിടെ പ്രോപ്പർട്ടി ജാലകം കൊണ്ടുവരാം. ഒന്നുകിൽ വിൻഡോസ് കണ്ടൻറ്റ് പ്രോപ്പർട്ടീസാണ്, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ വെറും പ്രോപ്പർട്ടീസാണ് എടുത്തത്. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. ഇതിൽ ധാരാളം മാറ്റങ്ങൾ നമുക്ക് വരുത്താനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലാംഗ്വേജ് ഒന്ന് മാറ്റണം. ആ ലാംഗ്വേജ് എന്നുള്ളത് നമുക്കവിടെ മലയാളമാക്കി കൊടുക്കണം. ഇപ്പോൾ മലയാളത്തിൽ കിടക്കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ നേരെ മാറ്റാം. അതല്ലെങ്കിൽ കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് വിൻഡോ സ്പേസ് ബാർ അടിക്കുക, നേരെ ഇംഗ്ലീഷാക്കി മാറ്റി. എന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ മതി. മലയാളം എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കീ അടിക്കുന്നു. അതേമാതിരി തന്നെ ഫോണ്ട് ഉണ്ട്, ഫോണ്ട് മാറ്റണം. നമ്മൾ സാധാരണ യൂസ് ചെയ്ത് വരുന്നൊരു മലയാളം ഫോണ്ടാണ് ഉറൂബ്. URO എന്നൊക്കെ അടിക്കുമ്പോൾ തന്നെ വരും. ഇതെല്ലാം മാറ്റങ്ങളും വരുത്തി. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വലുതാക്കി കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ടെക്സ്റ്റ് സൈസ് കിടക്കുന്നത് 12 അത് ഞാനൊരു 60 കൊടുക്കുന്നു. അത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷമായാലും മതി, പക്ഷേ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തത്. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യണത്. അപ്പോൾ മലയാളം ടൈപ്പിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ അക്ഷരം എന്ന് വരാൻ ആദ്യം ഷിഫ്റ്റ് D A, K+D K, ഷിഫ്റ്റ് പ്ലസ് കോമ ഷ, J+X R. ഇത് പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓൺ സ്ക്രീൻ കീബോർഡൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മളിവിടെ വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ഫ്രെയിമിനകത്ത് 2 തവണ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഷിഫ്റ്റ് D, K+D പ്ലസ് ഷിഫ്റ്റ് പ്ലസ് കോമ J+X ഈ ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരം എന്നുള്ള വാക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന് ചില മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട്. സൈസ് ഇത്രയും പോരാ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മാതിരി കുറച്ചുകൂടി സൈസ് കൂട്ടണം. ഞാൻ ആ ടെക്സ്റ്റ് സൈസ് എന്നുള്ളത് 85 ആക്കി. ഇനി നമുക്കിതിൻ്റെ കളർ മാറ്റണം. കളർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഒബ്ജക്റ്റിന് നമ്മൾ കളർ എങ്ങനെ കൊടുത്തതെന്ന് അറിയാം. അതേ രീതിയിൽ തന്നെയാണ് ടെക്സ്റ്റിൻ്റെയും. ഇവിടെ കളേഴ്സ് ആൻഡ് എഫക്ട്സ് എടുക്കുക. അതിൽ തൊട്ട് താഴെയായിട്ട് ഒരു ബോക്സ് കാണാം, കളർ ബോക്സ്. അതിൽ നിന്നാണ് ഇവിടെ, പക്ഷേ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്ത ചിത്രം ശ്രദ്ധിച്ചാൽ കാണാം, റെഡ് അല്ല, ഒരു ബ്രിക്ക് റെഡ്, ഒരു ഡാർക്ക് റെഡാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കളർ എങ്ങനെ ചേർക്കാൻ നേരത്തെ പരിചയപ്പെട്ടു, ഒന്നുകൂടി പറയാം. എഡിറ്റിൽ കളേഴ്സ് ആൻഡ് ഫിൽസിൽ ഇപ്പോൾ കിടക്കുന്ന സ്ക്രൈബസ് ബേസിക് ആണ്, അത് മാറ്റി ഓക്സിജനാക്കി ഓക്കെ കൊടുക്കുന്നു. അതോടുകൂടി ഇവിടെ നമ്മൾ ധാരാളം കളറുകൾ, അവിടെ നമ്മുടെ കളർ ബോക്സിൽ നിന്ന് ധാരാളം കളറുകൾ വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഡാർക്ക് റെഡ്, ഇവിടെ നമുക്ക് ബ്രിക്ക് റെഡ് എന്നാണ് അതിന് പേര് പറയുന്നത്, അത് കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് ആവശ്യമായ നിറത്തിൽ വന്നു. ഇനി ഈ അക്ഷരം എന്നുള്ള വാക്കിനും ഒരു ഷെയ്ഡ് കൊടുക്കണം. അത് വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഈ ഒബ്ജക്റ്റിന് കൊടുത്ത പോലെയല്ല. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ബോക്സിൽ വലതുവശത്ത് താഴെയായിട്ട് S എന്നുള്ളൊരു ലെറ്റർ കാണാം. അത് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷെയ്ഡുകൾ, നിഴലുകളും കൊടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഹെഡിങ് വന്നു കഴിഞ്ഞു. അക്ഷരം എന്നുള്ള പത്രത്തിൻ്റെ പേര്, അതിനാവശ്യമായിട്ടുള്ള ഫോണ്ട് ഫാമിലി നമ്മൾ മാറ്റി, സൈസ് മാറ്റി,
അതുമാതിരി തന്നെ ഷെയ്ഡ് നിഴൽ കൊടുത്തു. ഇത്രയുമായി കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ്ങിൻ്റെ വർക്ക് അവസാനിച്ചു. ഇനി നോക്കൂ, നമുക്ക് കുറേ കൂടി അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാനുണ്ട്. അത് ഇതേ രീതിയിൽ തന്നെ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്ത് അതേ രീതിയിൽ ഞാനിപ്പോൾ അതെല്ലാം ടൈപ്പ് ചെയ്ത് ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വർക്കിൽ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണോ നമ്മൾ അക്ഷരം എന്നുള്ള ടൈപ്പ് ചെയ്ത് അതേ രീതിയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് ചേർത്തത്. ഇനി നമുക്ക് ഈ അക്ഷരം എന്നുള്ളതിൻ്റെ താഴെയായിട്ട് 2 ലൈനുകൾ, അതായത് വെബ് അഡ്രസ്സും സ്കൂളിൻ്റെ പേരിൻ്റെയൊക്കെ അവിടെ 2 ലൈന് വേണം. ടൂൾ ബോക്സിൽ നിന്നും ലൈൻ ടൂൾ എടുത്ത് വെറുതെ വരയ്ക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വളവൊന്നുമില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ടൂൾ ബോക്സിൽ നിന്ന് ലൈൻ ടൂൾ എടുത്ത് ഒരെൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റേ എൻഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ലൈന് കൂടി വേണം. അതിന് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു. വലിച്ചു നീക്കുന്നതിൽ നല്ല കീബോർഡിലെ ആരോ കീ വെച്ചിട്ട് ആവശ്യമായ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ലൈൻ വന്നു. ഇനി നേരെ കുത്തനെയായിട്ടും ഒരു ലൈന് കൂടി വേണം. ഇതേ രീതിയിൽ തന്നെ ലൈൻ ടൂൾ എടുത്തു. ടൂൾ ബോക്സിൽ നിന്ന് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് കണ്ടു. അപ്പോൾ ഒട്ടും വളയാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ലൈന് ക്രമീകരിക്കുന്ന വിധം. ഇനി നോക്കൂ, നമുക്കിതിൽ ഇനി അടുത്തതായിട്ട് ആവശ്യമെന്ന് പറയുന്നത് ഒരു ഇമേജാണ് അല്ലേ. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമേജ് ഇവിടേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ടൂൾ ബോക്സിൽ നിന്നും ഇമേജ് ഫ്രെയിമാണ്. ശ്രദ്ധിക്കുക, ഇമേജ് ഫ്രെയിം. എന്നിട്ട് അത് സ്ക്രീനിലെ ക്യാൻവാസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു ബോക്സാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാനുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടൻറ്റ് ഗെറ്റ് ഇമേജ്, ചിത്രത്തെ കൊണ്ടുവരാൻ. നമുക്കറിയാം സ്കൂൾ റിസോഴ്സ് എന്നതിൽ ക്ലാസ് 10 സ്ക്രൈബസിൽ ഓസോൺ എന്നുള്ളൊരു ചിത്രമുണ്ട്. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ചിത്രം വന്നു. പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ചിത്രം പൂർണ്ണമായും കിട്ടിയിട്ടില്ല. ഇത് മുഴുവൻ ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം, നേരെ തിരിച്ചു കൊടുക്കരുത്, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം. ഇനി അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ വേണ്ടി വെറുതെ ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നമുക്ക് ആ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ ഫില്ലായി കിട്ടും. ഇനി ഇത് താഴേക്ക് ഒന്ന് നീക്കണമെങ്കിൽ കീബോർഡിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ സ്ഥലത്ത് നമുക്കതിനെ ക്രമീകരിക്കുകയും ചെയ്യാം. ഇനി നോക്കൂ, നമ്മുടെ ഈ പത്രത്തിൽ അക്ഷരം എന്നുള്ളതിനോട് ചേർന്ന് ഒരു QR കോഡ് ഉണ്ട്. എങ്ങനെയാണ് ഈ QR കോഡ് ഇതിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ? QR കോഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അധിക വിവരങ്ങൾ ലഭിക്കാൻ QR കോഡുകളുണ്ട്. നമ്മൾ QR കോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സൈറ്റിലേക്ക് പോകും. അത് മാത്രമല്ല, അപ്പോൾ സ്കൂളിനൊരു വെബ് സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഏത് QR കോഡും ഉൾപ്പെടുത്താൻ വേണ്ടി ടൂൾ ബാറിൽ നിന്ന് ബാർകോഡ് എന്നുള്ള ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതുതായി ഇങ്ങനെയൊരു വിൻഡോ വരും. അതിൽ ബാർകോഡ് ഫാമിലി എന്നുള്ള 2 ഡയമെൻഷണൽ സിമ്പിൾസ് എടുക്കുക. ബാർകോഡ് എന്നുള്ളത് QR കോഡ് കൊടുക്കുക. ഇനി അടുത്ത കണ്ടൻസ് എന്നുള്ളിടത്താണ് നമ്മൾ സൈറ്റ് അഡ്രസ്സ് കൊടുക്കേണ്ടത്. ആ http:// ഒന്നും മാറ്റണ്ട. ഞാനിവിടെ സമഗ്ര എന്നുള്ള സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു QR കോഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സൈറ്റ് അഡ്രസ്സ് അവിടെ അടിച്ചു കൊടുക്കണം. അതിൽ തെറ്റിക്കഴിഞ്ഞാൽ QR കോഡ് വർക്കാവില്ല. ഇവിടെ അഡ്രസ്സ് എന്ന് പറയുന്നത് samagra.kite.kerala.gov.in എന്നുള്ളതാണ് സമഗ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൈറ്റാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ലഭിക്കുന്ന സൈറ്റാണ്. അപ്പോൾ samagra.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് താഴെയുള്ള ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി മൗസ് പോയിൻ്റർ തന്നെ മാറി, ഒരു പ്രത്യേക രീതിയിലായി മാറി. എവിടെയാണോ QR കോഡ് വേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. QR കോഡിൻ്റെ വലിപ്പവും സ്ഥാനമൊക്കെ ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വയ്ക്കുക. ഇനി നമ്മുടെ മൊബൈലിലുള്ള QR കോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സമഗ്ര എന്ന സൈറ്റിലേക്ക് പോകും. നമുക്ക് ഇനിയും ഇതിൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പത്രത്തിൽ വാർത്തകൾ ചേർക്കണം, പിന്നെ വാർത്തകൾക്ക് ഇടയിൽ ചിത്രങ്ങൾ വരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പിന്നെ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി ഇത് ചെയ്യാനുണ്ട്. അത് ഈ വീഡിയോൻ്റെ അടുത്ത പാർട്ടായിട്ട് 3rd പാർട്ടായിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.